ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഒരു ഞായറാഴ്ചയായിരുന്നു. ഇന്നലെ വാർത്തകളിൽ ഇടയ്ക്ക് ഇടം പിടിച്ച ഒരു സംഭവമാണ് നമ്മുടെ മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം വന്നത്. അതെ, അതായത് ആണും പെണ്ണും കെട്ടവൻ എന്നുള്ള ഒരു വാക്ക്. ഇത് വളരെ ഗുരുതരമായ ഒരു വാക്കാണ്, ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണ്. എവിടെയും ആരുടെ അടുത്ത്, ഇപ്പം മുഖ്യമന്ത്രി എന്ന് പറയുന്നില്ല, ആരുടെ അടുത്തും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു വാക്ക് ഉപയോഗിച്ചു. അതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിന്റെ പ്രതികരണം അത് നമ്മൾ നോക്കണം. അതായത് ലീഗ് അതിനുശേഷം വന്ന അവരുടെ പ്രതികരണവും എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ ഒരു സംഭവത്തെ കുറിച്ച് എന്തായിരിക്കും പറയാനുള്ളത്? ലീഗിന്റെ നിലപാടും വളരെ മാതൃകാപരമായിരുന്നു. മാതൃകാപരം എന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതേ സ്റ്റാൻഡ് എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. PM സലാമിനെ സംബന്ധിച്ചിടത്തോളം PM സലാം അങ്ങനെ കാട് കയറി സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. എന്നാൽ ചില അഭിപ്രായങ്ങൾ അദ്ദേഹം വെട്ടിത്തുറന്ന് പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യും. പക്ഷേ ഇത് പിന്നെ PM ശ്രീ പദ്ധതിയിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രധാനമായും ഇങ്ങനെ ആരോപണം ഉന്നയിച്ചത്. കാര്യം MK സ്റ്റാലിനെ പോലെ ഒരാൾ അത് ഒപ്പിടാതെ മാറ്റിവെച്ചു, അപ്പോൾ അതൊരു ആണായതുകൊണ്ടാണ് എന്നുള്ള നിലപാടാണ്. അതിപ്പം മുഖ്യമന്ത്രി ഇവിടെ ആണും പെണ്ണും കെട്ട ഒരാളായതുകൊണ്ടാണ് PM ശ്രീ പദ്ധതിയിൽ പോയി ഒപ്പുവെച്ച് എന്നുള്ള ഒരു നിലപാട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ PM ശ്രീ പദ്ധതി നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ അതിൽ ഒപ്പുവെക്കുന്ന സമയം മുതൽ തന്നെ നമുക്കറിയാം CPI എടുത്തൊരു നിലപാട് എന്തായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അവർ പ്രധാനമായിട്ടും പറയുന്നത് ഇത് എന്തോ നമ്മുടെ NEP ഇവിടെ മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള വേണ്ടിയിട്ടാണ്, അവരുടെ സംഘപരിവാർ ആശയങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്ന് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പിന്നെ പലരും ഇതിനെ എതിർത്തിട്ടുള്ളത്. എന്നാൽ യാഥാർത്ഥ്യം അതൊന്നും അല്ല എന്നുള്ളത് നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമായിട്ട് അറിയാം. CPI എതിർത്തതിൻ്റെ പിന്നിലും അങ്ങനെ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതായത് CPIയുടെ അവരുടെ ഒരു ഈഗോ സാധനം വർക്കൗട്ട് ചെയ്തതാണ്. കാരണം ഞങ്ങളോട് ആലോചിക്കാതെ മുഖ്യമന്ത്രി ഇങ്ങനൊരു നിലപാടെടുക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നു എന്ന് പറയുന്ന ഒരു നിലപാട്, അത് പിന്നെ അതിനെ വകവെച്ചു കൊടുക്കുന്ന ഒരു മുന്നണി മര്യാദ CPM കാണിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒരു മരവിപ്പിക്കുന്ന നടപടിയിലേക്കൊക്കെ പോയി എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യമായി തന്നെ നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ PM സലാം ഒന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. അതായത് ഞാൻ പറഞ്ഞാൽ എല്ലാവരും അങ്ങ് കേൾക്കും, പക്ഷെ പറഞ്ഞാൽ എല്ലാവരും കേൾക്കുമ്പോൾ ഓക്കെ, നമുക്ക് കുറച്ച് അറ്റൻഷൻ കൊടുക്കാം. കാരണം മുൻപ് പറഞ്ഞിട്ടുള്ള പല പരാമർശങ്ങളും അല്ലെങ്കിൽ മുൻപ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച വാക്ക്, ആ ഉപയോഗിച്ച വാക്കിലാണ് നമ്മൾ ആ വാക്ക് പാടില്ലായിരുന്നു എന്നല്ലേ നമ്മൾ പറയുന്നത്. ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യം എന്താണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട കേരളത്തിന്റെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ കേരളം നിൽക്കുന്ന നിപ്പൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ദിവസം തന്നെ അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി, അതും രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം. എക്സ്ട്രീം പോവർട്ടി എന്ന് പറയുന്ന ഒരു സാധനത്തെ നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്തു, ഇവിടെ നിന്ന് നമ്മൾ ഒഴിവാക്കി കളഞ്ഞു. അങ്ങനെ ഒഴിവാക്കി കളഞ്ഞിട്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ആ സർക്കാരിനുള്ള ഒരു വാല്യൂ ഒന്ന് ആലോചിച്ച് നോക്കി. അത്രയും വലിയൊരു പദ്ധതി അവതരിപ്പിക്കുന്നു. ഇതെല്ലാം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ മുസ്ലിം ലീഗിന് കൃത്യമായി എടുത്ത നിലപാടിനെ കുറിച്ച് പറയാം. മുസ്ലിം ലീഗിന് ഇപ്പം സാദിഖ് അലി തങ്ങൾ, ആ സാദിഖ് അലി തങ്ങൾ ഇന്ന് വരെ എവിടെയെങ്കിലും ആരെയെങ്കിലും കുറിച്ച് ഇത്ര മോശമായി സംസാരിക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ടോ? സാദിഖ് അലി തങ്ങൾ പലപ്പോഴും സംസാരിക്കുന്നതിനകത്ത് വളരെ കൃത്യതയോടുകൂടി, വളരെ വ്യക്തതയോടുകൂടി, ആരെയും കടന്നാക്രമിക്കാതെയാണ് സംസാരിക്കുന്നത്. പലപ്പോഴും അദ്ദേഹത്തിന്റെ സംസാരം കേട്ട് ഇദ്ദേഹം ഒരു പിന്നെ CPM-നെ അല്ലെങ്കിൽ ഭരണകക്ഷിയെ തന്നെ വിമർശിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു പ്രതിപക്ഷ കക്ഷിയുടെ ആളാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. അത്ര വ്യക്തതയോടുകൂടിയും ഭാഷാശുദ്ധിയോടും കൂടിയാണ് സംസാരിക്കുന്നത്. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിയെ തന്നെ നമ്മൾ എടുത്തു നോക്കാം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരുപാട് ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ്, നമുക്കറിയാം. കുഞ്ഞാലിക്കുട്ടി പറയേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അവിടെയൊന്നും കുഞ്ഞാലിക്കുട്ടി പോലും ഉപയോഗിക്കാത്ത വാക്കുകൾ. കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് നമുക്കറിയാം, പണ്ട് KM മുനീറിൻ്റെ ചാനൽ, അതായത് ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ചാനൽ വന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടൊരു ആക്ഷേപം ഉണ്ടാകുകയും അതിനോട് പോലും കുഞ്ഞാലിക്കുട്ടി ഏത് രീതിയിലാണ് പ്രതികരിച്ചതെന്ന് നമുക്കറിയാം. പക്ഷേ MK മുനീറിനെ പോലെ ഒരു നേതാവ് അങ്ങനെ ചെയ്തു പോയതിൻ്റെ പേരിൽ ഒരു ചാനൽ ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് കണ്ണ് നിറഞ്ഞിറങ്ങിപ്പോയ ഒരാൾ വരെയാണ് ഈ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ആൾ. അങ്ങനെ ആ ഒരു ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ഒരുപാട് വിഷമം ഉണ്ടായി. ഇന്ന ആളാണ് വിഷമിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് കണ്ണ് നിറഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയമായ മര്യാദ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഏതൊരു കാര്യത്തിലും നമ്മൾ പരസ്പരം വിമർശിക്കാം. പരസ്പരം വിമർശിക്കുമ്പോഴും അതിൻ്റെ നിലപാടുകളിൽ നിന്ന് മാറി നിൽക്കാതെ മറ്റൊരാളെ അനാവശ്യം പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ ഈ പറയുന്ന മുഖ്യമന്ത്രി അങ്ങനെ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് മുഖ്യമന്ത്രി കേരളത്തിനെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച ഒരു സാഹചര്യം, ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം എത്തിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം, ഇവിടെ പെൻഷൻ കാര്യത്തിൽ ആർക്കും യാതൊരു എതിർപ്പുമില്ല.
ഇവിടെ മറ്റ് ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യത്തിലില്ല. 4.5 ലക്ഷം വീടുകൾ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം കൊടുത്തു കഴിഞ്ഞു. വീണ്ടും ഏകദേശം 50,000-ഓളം 49,000-ഓളം വീടുകൾ ഇനിയും വെച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെയെല്ലാം ഒരു ജനത്തിന് ഉപകാരപ്രദമായ ഒരു രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ, ഈ സർക്കാർ PM ശ്രീയിൽ ഒപ്പുവെച്ച് പോകേണ്ട നപുംസകമാവുന്ന അല്ലെങ്കിൽ ആണും പെണ്ണും അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നൊക്കെ PMA സലാമിനെ പോലെ ഒരാൾ പറയുന്നത് തീർത്തും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടുകളാണ്. അത് വളരെ വ്യക്തമായ ഈ ഒരു വാക്കുകൊണ്ട് തന്നെ ചിലപ്പം LDF-ഉം ലീഗും തമ്മിലുള്ള ബന്ധത്തിന് എന്തെങ്കിലും ഒരസൽ സംഭവിക്കാൻ സാധ്യത അങ്ങനെ ഒരു ഒരസലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരസൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ശരിക്കും സാദിഖ് അലി തങ്ങളുടെയും കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് കഴിഞ്ഞ ഒരു 9.5 വർഷക്കാലമായിട്ട് നമ്മൾ നോക്കിയാൽ മതി, അധികാരത്തിന് പുറത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അധികാര ശ്രേണിയിലേ ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ ആയിരുന്നു കേന്ദ്രത്തിലെങ്കിലും പിടിപാടുണ്ടെന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പൊ കേന്ദ്രത്തിലും ഇല്ല, സംസ്ഥാനത്തില്ല, എങ്ങും അധികാരത്തിന്റെ യാതൊരു ശ്രേണിയിലും ഇല്ലാതെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ശരിക്കും മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അവരിന്ന് അനുഭവിക്കുന്ന വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. ശരിക്കും അങ്ങനത്തെ ഭയങ്കരമായ ഫ്രസ്ട്രേഷൻ ഉണ്ട്. കാരണം കുഞ്ഞാലിക്കുട്ടിയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്കും പ്രായം കൂടി വരുന്നു. ഇപ്പം അതിനകത്തിരിക്കുന്ന ഇപ്പം ഈ PMA സലാമിനാണെങ്കിലും 9.5 വർഷം നമ്മൾ ടേം പറയുമെങ്കിലും പ്രായം 9 കടന്നു പോകുന്നത്, 9 വർഷം കടന്നു പോകുന്നു. അതായത് 70 വയസ്സായിട്ടിരിക്കുന്ന ഒരാൾക്ക് ഈ ഭരണം കഴിയുമ്പോഴേക്ക് 80 വയസ്സിലേക്ക് എത്തും. അപ്പോഴത്തേക്ക് ആ പ്രായത്തെക്കുറിച്ചും ചിന്തിച്ചു നോക്കി. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. പിന്നെ നേരത്തെ ചോദിച്ച പോലെ ഇവർക്ക് തമ്മിലുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ഇപ്പോൾ ഉള്ള അടുപ്പത്തിലൊന്നും യാതൊരു മാറ്റവും വരുന്നില്ല. ഒന്നാമത് കഴിഞ്ഞ ദിവസം ഈ നിയമസഭയിലെ ഒരു ചാനലുണ്ട്. അപ്പം നിയമസഭാ ചാനലിനകത്ത് P. രാജീവ് എന്ന് പറയുന്ന വ്യവസായ വകുപ്പ് മന്ത്രിയും മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയുമായിരുന്ന PK കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള വളരെ ആരോഗ്യപരമായ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പരസ്പരം ചെളിവാരി എറിയാതെ പരസ്പരം കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ഒരു വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യവസായ വകുപ്പ് മന്ത്രി ആയിരുന്ന ഒരാളും ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ ഇരുന്നുകൊണ്ട് ഈ P. രാജീവിന് എന്തൊക്കെ കാര്യങ്ങൾ ഇനി കറക്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ച് വളരെ മാന്യമായ ഭാഷയിൽ അതിനകത്ത് നമ്മൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നും ചില കാര്യങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. P. രാജീവ് തന്നെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിയമസഭാ സാമാജികനായിരുന്ന ഒരാളാണ് എന്ന് പറഞ്ഞിട്ടാണ് P. രാജീവ് ആ ടോക്ക് തുടങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് എന്നാൽ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൃത്യമായി കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. ഞങ്ങൾ ആ പദ്ധതി കൊണ്ടുവന്ന സമയത്ത് പൊളിറ്റിക്കലി നിങ്ങൾ അന്ന് എതിർത്തിരുന്നു, പക്ഷെ ഇന്ന് നിങ്ങൾ ആ വഴിക്ക് പോകുന്ന കണ്ടിട്ട് സന്തോഷമുണ്ട് എന്ന് പറയുകയും ചില കാര്യങ്ങളെ പൊളിറ്റിക്കലായിട്ടൊരു വലിയ കോൺട്രവേഴ്സിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നും അതിന് ഏതെല്ലാം നീക്കങ്ങൾ നടത്തണമെന്നും വളരെ ഉത്തരവാദിത്തപ്പെട്ട ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു മുൻ വ്യവസായ വകുപ്പ് മന്ത്രി പുതിയ വ്യവസായ വകുപ്പ് മന്ത്രിക്ക് നൽകുന്ന ഉപദേശം എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ അതിനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ മനസ്സിലാകാം ഇവർ തമ്മിലുള്ള മുന്നണി ബന്ധത്തിന്, അല്ലെങ്കിൽ മുന്നണി ബന്ധം എന്നല്ല പറയുന്നത്, അവർ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനം നന്നാവുന്നതിന്റെ കൂട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുസ്ലിം ലീഗിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നതിൻ്റെ ഒരു വെളിവാക്കൽ കൂടിയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ബന്ധത്തിന് ഉലച്ചിൽ സംഭവിക്കുകയൊന്നുമില്ല. പിന്നെ ഈ PMA സലാമിനെ കൃത്യമായി പറഞ്ഞു നിർത്തിയിട്ടുണ്ട്, ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ വളരെ അടുത്ത ആൾ തന്നെയാണ് ഈ PMA സലാം. അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല. ഇതിന് മുമ്പ് ലീഗിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു മറ്റേ ഇയാളെ മാത്രമാണെന്ന് തോന്നുന്നു, വേറൊരു കക്ഷിയുണ്ടല്ലോ അരീക്കോട് എന്നൊക്കെ കയറി വന്ന KM ഷാജി, അയാൾ മാത്രമാണെന്ന് തോന്നുന്നു ഇതുപോലെ വിവരക്കേട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ വേറെ ആരുടെയും ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല. ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ കോൺഗ്രസ് വരെ എതിർത്ത് സംസാരിക്കും. ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിക്കുന്ന കോൺഗ്രസ് വരെ, അവര് പോലും സലാമിന്റെ വാക്കുകളും ഉപയോഗിച്ചത് ശരിയായില്ല, അതായത് ആണും പെണ്ണും കെട്ടവൻ പാടില്ല, കോൺഗ്രസ് പോലും എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പൊ. അതെ, അങ്ങനെയാണെങ്കിൽ AK ആന്റണിയെ കുറിച്ച് എന്തെല്ലാം പറയായിരുന്നേ. ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്ക് AK ആന്റണി രാജിവെച്ചൊഴിയുകയല്ലേ ചെയ്യുന്നത്? അതാണോ ചെയ്യേണ്ടിയിരുന്നത്? അപ്പം എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു അതിനെക്കുറിച്ച് കൃത്യമായി സ്റ്റഡി ചെയ്യാണ് വേണ്ടത്. സ്റ്റഡി ചെയ്തിട്ട് സംസ്ഥാന സർക്കാരിന്റെ കുറ്റമാണോ അതെന്ന് തെരഞ്ഞുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഞാനങ്ങ് രാജിവെച്ച് പുറത്തു പോയേക്കാം എന്ന് പറയുന്ന ദുർബലനല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം ഈ കഴിഞ്ഞ 9.5 വർഷക്കാലമായിട്ട് കേരളത്തിനെ ഇവിടം വരെ കൊണ്ടെത്തിച്ചു നിർത്തിയിരിക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെതായ മുഖ്യമന്ത്രിയുടേതായ എല്ലാ പവറും ഉണ്ട്. ആ പവറുണ്ട്, അതോടൊപ്പം തന്നെ കമാൻഡിങ് കപ്പാസിറ്റി ഉണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അല്ലാതെ നമ്മൾ ഈ 6-ാം തമ്പുരാൻ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ദത്തം തമ്പുരാന് ശേഷം ഇങ്ങോട്ടുള്ള എല്ലാം മോഴകളായിരുന്നു എന്ന് പറയുന്ന പോലെയാണ്. ഇവിടെ പിണറായി വിജയന് ശേഷം ഇനി ആര് എന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. പക്ഷെ അദ്ദേഹം ഈ കൊണ്ടുവച്ച ഈ 9.5 വർഷക്കാലം എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്.
കേരളത്തെ 10 പേര് അറിയുന്ന തലത്തിലേക്ക് നമുക്കറിയാം. ഇവിടെ 30 നമ്മുടെ ദേശീയപാത വികസനം വന്ന സമയത്ത് 30 മീറ്റർ വേണം, 45 മീറ്റർ വേണം, ഞങ്ങൾക്ക് 30 മതി എന്നും പറഞ്ഞുകൊണ്ട് പോയ ഒരു സാഹചര്യത്തിൽ അതൊന്നുമല്ല. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള അത്രയും വിസ്താരം വേണം, ഞങ്ങൾ അതിന് മുന്നിട്ട് നിന്നുകൊണ്ട് പിന്നെ റോഡ് വികസനം സാധ്യമാക്കി തരാം, അതിന് സ്ഥലം ഏറ്റെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോയി ഇച്ഛാശക്തിയുള്ള സർക്കാരാണ്. ഇവിടെ നമുക്കറിയാം പാലങ്ങളും ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണങ്ങൾ എത്ര വേഗത്തിലാണ് നടക്കുന്നത്. അതെല്ലാം വളരെ കൃത്യമായി കൊണ്ടുപോകാൻ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി ഒരു സർക്കാരിന് കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ഈ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് അതിദരിദ്രരെ നിർമ്മാർജ്ജനം ചെയ്ത് അതിൻ്റെ ഒരു പകിട്ടിൽ ഒരു സംസ്ഥാനം ഇങ്ങനെ നിൽക്കുമ്പോൾ അത് സംസ്ഥാന സർക്കാരിന് മാത്രമല്ല അതിൻ്റെ നേട്ടം ഉണ്ടാകാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് ഭരിക്കാൻ പോകുന്നു എന്ന് പറയപ്പെടുന്ന UDF അത് ഗുണകരമല്ലേ? UDF അത് ഗുണകരമാണ്. അവർ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് അത്രയും കുറച്ച് ചെയ്താൽ മതി UDF സംബന്ധിച്ചിടത്തോളം. അല്ലാതെ സംസ്ഥാന സർക്കാർ ഇതുവരെ കൊണ്ടുവന്ന പദ്ധതിയെല്ലാം നിർത്തലാക്കി എന്ന് പറയുന്നത് ആയിരിക്കരുത് ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ. അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പൊ പെൻഷൻ പദ്ധതി ഇപ്പൊ രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇതെല്ലാം ഞങ്ങളുടെ തലയെ കൊണ്ടിടാൻ പോവാണ്. ആര് തലയെ കൊണ്ടിടുന്നത്? അത് ബാധ്യതയായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടല്ല. അത് ബാധ്യതയാണ്, ഇത് ഞങ്ങളുടെ വലിയ ബാധ്യതയാണ്, ഞങ്ങൾ കടപ്പെട്ടു പോകും എന്നൊക്കെ രമേശ് ചെന്നിത്തല പോലും ചിന്തിക്കുന്നു. അപ്പൊ അങ്ങനെയൊന്നും അല്ല യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്രയും വിഷനോടുകൂടി വളരെ കൃത്യമായി നമ്മുടെ സംസ്ഥാനത്തെ നല്ലൊരു പൊസിഷനിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ കഴിഞ്ഞ പിന്നെ ഒരു 9.5 വർഷം കൊണ്ട് ഈ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കി വെച്ചൊരു വലിയ നേട്ടം തന്നെയാണ്. ഒരു ഇടത് സർക്കാരിന്റെ ഒരു വലിയ ഒരു നേട്ടമായി തന്നെ നമുക്കതിനെ കാണാം. അവരുടെ ഒരു രാഷ്ട്രീയമായി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ഉണ്ടാവും, ഇതൊക്കെ പതിവാണ്. പിന്നെ പ്രതിപക്ഷം അതിൻ്റെതായ മര്യാദ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഈ PM സലാമിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ VD സതീശനൊക്കെ വളരെ മാന്യനാണ് എന്ന് പറയേണ്ടി വരും. VD സതീശനാണെങ്കിൽ രമേശ് ചെന്നിത്തലയൊക്കെ വളരെ മാന്യനാണ്. എനിക്ക് ഇതിനകത്തിൽ വളരെ കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ലീഗ് എടുത്ത ഒരു വലിയൊരു നിലപാട്. അത് പ്രശംസനീയമായ നിലപാട് തന്നെയാണ്. സലാം മാപ്പ് പറയേണ്ടി വരുമോ? മാപ്പ് പറയുന്നതിലേക്ക് എത്തിയില്ലെങ്കിലും ചിലപ്പോൾ അതിലേക്ക് കൊണ്ടെത്തിക്കും. കാര്യം ഇതിനെ ഒരു വലിയ വിഷയമായി, രാഷ്ട്രീയ വിഷയമായി കത്തി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാണെങ്കിൽ തീർച്ചയായും നിർബന്ധിതനാകും. കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഇടപെട്ട് നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കുന്ന സ്ഥിതിക്ക് ഇനി ഒരു പരസ്യമായി മാപ്പ് അല്ല, ഒന്നില്ലല്ലേ മാപ്പ് പറയുന്നതാണ് നല്ലത്. ഒന്ന് മാപ്പ് പിന്നെ തന്നെയല്ല, വേറൊരു കാര്യം കൂടി ഇതിനകത്ത് വരാം. ഈ ഇപ്പോഴും കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളവും സാദിഖ് അലി തങ്ങളെ സംബന്ധിച്ചിടത്തോളവും ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് മുസ്ലിം ലീഗിനെ ഒരു ടോട്ടലായിട്ട് നമ്മൾ പരിഗണിച്ച് നോക്കും. മുസ്ലിം ലീഗ് കുറേയധികം ആവശ്യങ്ങൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് വയ്ക്കും. അതായത് UDF മുന്നിലോട്ട് കുറേ ആവശ്യങ്ങൾ വയ്ക്കും. ഇന്ന സീറ്റുകൾ ഞങ്ങൾക്ക് വേണം. ഞങ്ങളിപ്പം നമ്മൾ വളരെ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെക്കൻ മേഖലകളിൽ ഈ ലീഗിന് പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ മൗലികവാദികൾ ഇറങ്ങുന്നുണ്ട്, എക്സ്ട്രീമിസ്റ്റുകളുണ്ട് അവിടെ. അതായത് SDPI പോലെയുള്ള സംഘടനകൾ അവിടെ പിടിമുറുക്കി തുടങ്ങി. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗ് ഇല്ലാത്തടത്ത് ലീഗിൻ്റെ പേരിൽ ആ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ കുറേ മത തീവ്രവാദികൾ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് തെക്കൻ ജില്ലകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തെക്കൻ ജില്ലകളിലേക്ക് കൂടി ലീഗിനെ വ്യാപിപ്പിക്കണം. അത് അവർ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അതുകൊണ്ട് സീറ്റുകൾ കൂടുതൽ തെക്കൻ ജില്ലകളിലേക്ക് അവർക്ക് വേണമെന്ന് പറയുന്ന ഒരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. മലബാർ മേഖല മാത്രമല്ല, അവർ ചോദിക്കും. പിന്നെ മന്ത്രിമാരെ, അവർ ആവശ്യപ്പെടുന്ന മന്ത്രിമാരെ കൊടുക്കാൻ UDF തയ്യാറാകണം. അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. കാര്യം വേറൊന്നും കൊണ്ടല്ല, ലീഗുകാർ മത്സരിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം ചേരിതിരിയാറുണ്ട്. ചേരിതിരിഞ്ഞ് നിന്നുകൊണ്ട് ഇത് ഞങ്ങളുടെ നേതാവല്ല എന്നുള്ള ഒരു ധാരണ അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിന്റെ തലയിലേക്ക് വരും. എന്നിട്ട് അവർ ആ ലീഗിന്റെ സ്ഥാനാർത്ഥിയെ അവരവിടെ പരാജയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. പകരം ആ വോട്ട് വേറെ എവിടെയെങ്കിലും അവർ മറിക്കും. ഇങ്ങനെ ഒരു നിലപാട് UDF കുറച്ചു കാലമായി ഈ ലീഗിനെതിരെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ തന്നെയുമല്ല, ഞാൻ നേരത്തെ പ്രായത്തിന്റെ ഒരു പ്രശ്നം പറഞ്ഞില്ലേ, ഇനിയും ഒരിക്കൽ കൂടി ഭരണത്തിന് പുറത്തേക്ക് നിൽക്കാൻ ലീഗിന് പറ്റില്ല. ഇനി ഒരിക്കൽ കൂടി ഒരു 5 വർഷം കൂടെ ഭരണത്തിന് പുറത്ത് നിൽക്കുന്ന കാര്യം ലീഗിന് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ്. ആ സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു വലിയ, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകാം. ലീഗ് അതിന് ഒരു മാനസികമായുള്ള തയ്യാറെടുപ്പിലാണ് ശരിക്കും പറഞ്ഞത്. അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കും, ആ കാര്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രം മുന്നണിയിൽ തുടരും. അല്ലാത്ത പക്ഷം അവർ സ്വതന്ത്രമായി നിൽക്കും. സ്വതന്ത്രമായി നിൽക്കാന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള പാങ്ങുണ്ട്, സ്വതന്ത്രമായി നിൽക്കാനുള്ള കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, കാര്യശേഷിയുണ്ട് അവർക്ക്. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ ഇലക്ഷൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു UDF സീറ്റ് നില എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലയിടങ്ങളിലും UDF നിലനിർത്തുന്നത് ലീഗിൻ്റെ സീറ്റുകൾ കൊണ്ട് തന്നെയാണ്. അപ്പം ലീഗിന് സ്വതന്ത്ര പാർട്ടിയായി നിൽക്കാനുള്ള എല്ലാ ശേഷിയുമുണ്ട്, ആൾക്കാരുടെ എണ്ണമുണ്ട്, അതോടൊപ്പം പാർട്ടിക്ക് നല്ലൊരു ബേസും ഉണ്ട്. സ്വതന്ത്രമായി നിൽക്കാം, സ്വതന്ത്രമായി അവർ മത്സരിക്കുകയും ചെയ്യും. ചിലപ്പോൾ കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസിലെ നേതാക്കന്മാർക്കെതിരെ തന്നെ നിന്ന് ചിലപ്പം
ലീഗ് മത്സരിച്ചേക്കാം. അങ്ങനെ വിജയിച്ചാൽ, അങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് ലീഗിന് കഴിഞ്ഞാൽ ലീഗ് തീർച്ചയായിട്ടും വിലപേശാൻ കഴിയുന്ന നല്ല ഒന്നാന്തര ഒരു പാർട്ടിയായി മാറും. ആ രാഷ്ട്രീയമായ വിലപേശലിലേക്ക് എത്തുമ്പോഴാണ് അവിടെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നത്. ഈ പ്രതിസന്ധിയിൽ ആരുടെ കൂടെ ചേരുമെന്നുള്ളതാണ് നമ്മൾ അടുത്ത ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന വളരെ രസകരമായ ഒരു സംഭവം നടക്കാൻ പോകുന്ന അവിടെയാണ്. വളരെ രസകരമായിരിക്കും അത്. അവിടെ വലിയൊരു വിലപേശൽ നടക്കാൻ പോവുക. അപ്പോൾ അങ്ങനെ ഒരു വിലപേശലിന് സാധ്യത ഉണ്ടാകണമെങ്കിൽ ഈ സ്റ്റാൻഡ് ലീഗിനെടുത്തേ പറ്റൂ. അതായത് LDFനെയോ മുഖ്യമന്ത്രി പിണറായി വിജയനെയോ ഇവിടെ വാട്ടുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ കുറ്റം പറയുന്ന തരത്തിലുള്ള വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടും എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവരുടെ ഭാവിയെ ബാധിക്കാം. കാര്യം എനിക്ക് തോന്നുന്നില്ല ഈ വരാൻ പോകുന്നതിലൊരു UDFന് എന്തെങ്കിലും ഒരു ചാൻസ് എവിടെയെങ്കിലും ഉണ്ട് കേരളം ഭരിക്കാൻ എന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നില്ല. കാരണം ഇതുവരെയുള്ള രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ, ജനങ്ങൾക്കിടയിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്കും അനുസരിച്ച് നോക്കുമ്പോൾ ശരിക്കും ഒരു മൂന്നാം പിണറായി അല്ലെങ്കിൽ LDF സർക്കാരിന്റെ സാധ്യത നമ്മളിവിടെ കാണുന്നുണ്ട്. ആ സാധ്യത ശരിക്കും ലീഗിനും അറിയാം. ഇങ്ങനെയൊരു സാധ്യതയാണ് ഇപ്പോൾ കൂടുതൽ നിൽക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ലീഗിലെ ഈ കുഞ്ഞാലിക്കുട്ടി ആണെങ്കിലും സാദിഖിലെ ആണെങ്കിലും കടന്നാക്രമണം വളരെ 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 കുറച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് അവർ പരമാവധി അതേ മന്ത്രിമാരെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്. സർക്കാർ നടത്തുന്ന പല മീറ്റപ്പുകളിലുമൊക്കെ അവരും പങ്കെടുക്കുന്നതിനുള്ള ഒരു മനസ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ സലാം കാണിച്ചത് അങ്ങേ അറ്റത്തെ മ്ലേച്ഛമായ പരിപാടിയാണ് എന്ന് പറയും. അതുകൊണ്ട് ലീഗ് എന്തായാലും തിരുത്തുക. അയാളെ തിരുത്താൻ മാത്രമല്ല, അയാളെ കൊണ്ട് ചിലപ്പോൾ മാപ്പ് വരെ പറയിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകാനാണ് കാണുന്നത്. അതാണ് ലീഗിന്റെ ഒരു മാന്യത എന്ന് നമ്മൾ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്.